ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചക്ക വേവിക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവം കൂടിയായത്. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന രീതി ഒന്ന് കാണാം. ഈ വർഷത്തെ ആദ്യത്തെ ചക്കയായത് നല്ലപോലെ വിളഞ്ഞിട്ടുമുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ചിടാം. സീസണായി വരുന്നതേ ഉള്ളൂ. ഇതിൽ നിന്ന് കുറച്ച് മാത്രം വേവിക്കാൻ എടുക്കാം. ഇനി നമുക്ക് ചക്കയ്ക്ക് ഏറ്റവും മെയിനായിട്ട് ഉപയോഗിക്കുന്ന കാന്താരി മുളക് പറിച്ചെടുത്തിട്ട് വരാം. നല്ല വെയിലായതുകൊണ്ട് മുളകൊക്കെ വളരെ ചെറുതായിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ കുറച്ച് എങ്ങനെ എടുത്തതെന്നൊന്ന് കാണിക്കാം. നമ്മൾ പാടയൊന്നും കളയുന്നതേ ഇല്ല, ചവണി മാത്രം കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ വരഞ്ഞ ശേഷം ഇതിൻ്റെ കുരു മാത്രം എടുത്ത് കളി. നല്ലപോലെ വിളഞ്ഞ ചക്ക, അപ്പോൾ പെട്ടെന്ന് അത് ഉഴുന്ന് വരികയും ചെയ്യും. ഈ പാടയ്ക്ക് നല്ല ഗുണമുള്ള നമ്മൾ തോരൻ വയ്ക്കാനും മെഴുക്കുവരട്ടി വയ്ക്കാനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ആ പാടയും കൂടെ ചേർത്താണ് അരിയുന്നത്. ചക്ക ഇതുപോലെ കനം കുറഞ്ഞ് വേണം അരിയേണ്ടുന്നത്. അതുപോലെ ചക്ക അരിയുന്നതിന് മുന്നേ അരിഞ്ഞു കഴിഞ്ഞും ഇവിടെ ആരും കഴുകത്തില്ല. ഇതുപോലെ അങ്ങ് അരിഞ്ഞാൽ മതി. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് ഉരുളിയിലേക്ക് ഇടാം. ചക്ക ഇതുപോലെ നിറച്ച് വയ്ക്കാം. വെന്ത് കഴിയുമ്പോൾ അമങ്ങി താഴ്ന്നോളും. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി, ഇനിയും 1/4 ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, ജീരകം ചേർത്താലും മതിയാവും. ഇതിനൊരു ഗ്ലാസ് വെള്ളം എടുക്കുക. കലക്കി ചേർക്കുന്നതിന് വേണ്ടിയാണ്. എടുത്തു വെച്ചിരിക്കുന്ന ഈ പൊടിയിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതൊന്ന് കലക്കിയെടുക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഉപ്പിൻ്റെ അളവ് ഏകദേശം കറക്റ്റാണെന്ന്. ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കണം. ഇതൊഴിച്ച് കഴിഞ്ഞിട്ട് ഗ്ലാസ്സിലിരിക്കുന്ന ബാക്കി വെള്ളവും കൂടെ ഒഴിക്കാം. ഉണക്കത്തെ ചക്ക ആയതുകൊണ്ട് ഇത്രയും വെള്ളം ഒഴിക്കുന്നത്. ഈ ചക്ക നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതായതുകൊണ്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് അറിയാൻ പറ്റും. ഇനി ഒരു വാഴയില കമത്തി വെച്ച ശേഷം അടച്ച് വയ്ക്കാം. ചക്കയിലുള്ള ആവി വെളിയിൽ പോകാതിരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. തീ കൂട്ടി വെക്കണം. ചക്ക വാടുകയും ചെയ്യരുത്. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ആവി വന്നു കഴിയുമ്പോൾ 2-3 പ്രാവശ്യമായിട്ടൊന്ന് ഇളക്കിയിടണം. ഇപ്പം നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. 4 വശവും നല്ലതായിട്ടൊന്ന് ഇളക്കി ഈ മുകളിലുള്ള ചക്കയൊക്കെ അടിയിലാക്കണം. ഇപ്പോൾ പകുതി വെന്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കാം. വെള്ളം വറ്റാതെ നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കുകയും വേണം, അടുക്കി പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി. വീണ്ടും ഒന്നും കൂടെ അടച്ചു വെച്ച ശേഷം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടുന്ന കാന്താരിയും വെളുത്തുള്ളിയും തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. തൊലിയോടുകൂടി വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. ഒന്ന് ചതച്ച ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നല്ല എരിവുള്ള കാന്താരി ഇത്രയും എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ചതയ്ക്കുന്നതിന് വേണ്ടി ഇടത്തരം തേങ്ങ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കാം. തേങ്ങ അരച്ചെടുക്കരുത്, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഒരേ ഒരു പ്രാവശ്യം. കുറച്ച് കറിവേപ്പില ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ചക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചെടുക്കാം. നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന വെള്ളം പാകത്തിനുണ്ട്, അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഇതൊന്ന് ഇളക്കി ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി വെച്ച ശേഷം 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ചക്കയിൽ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ചക്കയുടെ ടേസ്റ്റ് അങ്ങ് പോകും. ചില സ്ഥലങ്ങളിൽ ചക്ക പുഴുക്കെന്നും പറയാറുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഈ ചക്ക നല്ലതാണ്, വേവിച്ചെടുക്കുമ്പോൾ നല്ല അരക്ക് പോലെ ഉണ്ടാവും. അതുപോലെ ചക്കയ്ക്ക് വെളുത്തുള്ളിയും ജീരകവും കാന്താരിയും തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ നല്ലതായിട്ട് ചേർക്കണം. അപ്പോഴും നമുക്ക് എത്ര ചക്ക വേണേലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ മാങ്ങ അച്ചാറും കൂടെ എടുക്കുന്നുണ്ട്. ഈ മാങ്ങ ഉപ്പിലിട്ടിട്ട് ഒരു 2-3 മണിക്കൂറേ ആയിട്ടുള്ളൂ. നല്ല പുളിയുള്ള മാങ്ങ, പുളി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചക്കയുടെ കൂടെ നമുക്കിതുപോലെ വെള്ളം പോലത്തെ മാങ്ങ ഉപയോഗിക്കേണ്ടത്. ചൂട് മാറാത്ത ചക്ക ഇതുപോലെ വാഴയില വിളമ്പിയ ശേഷം നടുഭാഗം ഒന്ന് കുഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. കൂടെ ഇതുപോലെ നല്ല എരിവും പുളിയുള്ള ചാറോട് കൂടിയ മാങ്ങാച്ചാറും. കുടിക്കുന്നതിന് വേണ്ടി ചുക്കും കുരുമുളകും ഒക്കെ ഇട്ട കരിപ്പട്ടിക്കാപ്പി ഉണ്ടാക്കിയേക്കുന്നത്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം. ചക്കയും കഞ്ഞിയും എന്നാണ് പറയുന്നത്. ഇങ്ങനെ കഴിക്കാനും നല്ലതാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.